ആനയുടെ കാൽപാദം വീണ് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. ഇന്നത്തെ നമ്മുടെ യാത്ര പുൽമേട് വഴി ശബരിമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു യാത്രയാണ് പുൽമേട് വഴി ശബരിമലയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സത്രത്തിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന അരുവിയിലാണ് നമ്മൾ കുളിക്കുന്നത്. ഇവിടെ നിന്ന് കുളിച്ച ശേഷമാണ് നമ്മൾ പുൽമേട് യാത്ര തുടങ്ങുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മുരുകക്ഷേത്രം. വനത്തിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാസ് എടുക്കണം. നമ്മുടെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഫ്രീ പാസ്സാണ്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി, അതേപോലെ നമ്മൾ എന്തിനും കഴിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറിനകത്താണെങ്കിൽ അത് പേപ്പറിൽ പൊതിഞ്ഞ് വേണം ഫോറസ്റ്റിലോട്ട് കയറാൻ. നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഫോറസ്റ്റുകാർ ചെക്ക് ചെയ്യും. നമ്മുടെ ബാഗ് ഒന്ന് അവർ പരിശോധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മല കയറുകയാണ്. തുടക്കം തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പുൽമേട്ടിൽ കയറി കുറച്ച് മുന്നോട്ട് വന്നപ്പം നല്ല തെറ്റുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. പാറയും അതുപോലെ ചെളിയും കയറിയതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ സ്റ്റെപ്പ് ഇട്ട് വന്നാൽ മുമ്പോട്ട് നോക്കണ്ട, നിന്റെ കാലും നോക്ക്. മല കയറി ക്ഷീണിച്ച് വരുന്ന അയ്യപ്പന്മാർക്ക് കുടിവെള്ളം നമുക്ക് ഈ പുൽമേട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോറസ്റ്റ് ഓഫീസർമാർ നമുക്ക് തരും. അതും കുടിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ്. ഈ കാണുന്നത് ആനയുടെ കാൽപാദമാണ്. അതേപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ ഉണ്ട്. ഈ കാണുന്നത് കാട്ടുപോത്താണ് കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടതാ, പക്ഷെ ആനയൊന്നും കണ്ടില്ല. ആനയുടെ കാൽപാതേ കണ്ടോളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നമ്മുടെ സന്നിധാനം കാണാൻ പറ്റും.
അവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇനി നല്ല ഇറക്കമാണ്. ഇനി നമ്മൾ പുൽമേട് ഇപ്പം കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വനത്തിലോട്ടാണ് വീണ്ടും കയറുന്നത്. പുൽമേട് കഴിഞ്ഞ് നമ്മൾ വനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കയറ്റമില്ല, നല്ല കുത്തനെ ഇറക്കമാണ്. നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് വാവരുനട 18-ാം പടിയുടെ മുന്നിലാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.